ഹലോ അസ്സലാമു അലൈക്കും. ഇന്നും ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ വീഡിയോക്ക് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഇന്ന് എൻ്റെ ഹസ്ബൻഡ് വരുന്ന ഒരു ദിവസത്തെ വ്ളോഗാണ്. ഹസ്ബൻഡ് വന്നിട്ട് കുറച്ച് ദിവസമായി, പക്ഷെ അന്നെടുത്ത് വെച്ച വ്ളോഗാണിത്. എനിക്ക് അപ്ലോഡ് ചെയ്യാനൊരു ഒഴിവ് കിട്ടിയിട്ടില്ലേ. ഹസ്ബൻഡ് നൈറ്റ് ആണ് കേട്ടോ വരുന്നത്. നൈറ്റ് 7:55 ഫ്ലൈറ്റ് ഇവിടെ ലാൻഡ് ചെയ്യാന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏതായാലും നമുക്ക് രാവിലത്തെ വിശേഷങ്ങൾ കാണാം. ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ഓട്ടട ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടിരുന്നു തലേന്ന് തന്നെ. പക്ഷേ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്ലാൻ മാറ്റി. കാരണം തലേന്നത്തെ ബീഫ് കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് തേങ്ങ അരച്ചിട്ട് ബീഫ് കറി ആക്കാമെന്നാണ് വിചാരിച്ചത്. ഗ്രീൻ പീസ് പിന്നെ പ്ലേയിൽ എടുക്കാമല്ലോ. അപ്പോൾ ഞാൻ ഓട്ടടൻ്റെ മാവൊക്കെ സെറ്റാക്കുമ്പോഴത്തേന് അമ്മ തീയൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളം വെക്കുന്നുണ്ട്. ഇന്ന് ലഞ്ചിന് സ്പെഷ്യലൊന്നുമില്ല, സാധാ ചോറും കറിയൊക്കെ തന്നെയാണ്. കാരണം ഹസ്ബൻഡിനോട് എന്താ ഉണ്ടാക്കേണ്ടത് ചോദിച്ചപ്പോൾ ഒന്നും ഉണ്ടാക്കേണ്ട, എനിക്ക് മന്തി മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു തിരിച്ചു പോരുമ്പോൾ ഒരു ഹോട്ടലിൽ കയറിയിട്ട് മന്തിയൊക്കെ കഴിച്ചിട്ട് അങ്ങനെ പോന്നാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഓട്ടടയും കറിയൊക്കെ സെറ്റായിട്ട് ഐസു ഇവിടെ ഓട്ടട കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഉച്ചക്കൊക്കെയുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് വന്നു. ലഞ്ചിന് നമ്മൾ കാര്യമായിട്ട് ഹെവി ആയിട്ടൊന്നും ഉണ്ടാക്കണില്ല. ക്യാബേജ് ഉപ്പേരിയും ചെരങ്ങ താളിപ്പും ഉണ്ട്. പിന്നെ മാങ്ങ വെച്ചിട്ടൊരു ചമ്മന്തി അരക്കണം. ഞാനതൊക്കെ അരിഞ്ഞ് സെറ്റാക്കിയപ്പോഴത്തേന് പിന്നെ അമ്മ കുറച്ച് പാത്രം ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി. പിന്നെ ചെരങ്ങ താളിപ്പിന് വേണ്ടിയിട്ട് ചെരങ്ങ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ചെരങ്ങയും പച്ചമുളകും ഉപ്പും വെള്ളവും ചേർത്തിട്ട് 2 വിസിലടുപ്പിച്ചെടുത്താൽ മതി. തന്നെ ക്യാബേജ് ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട്. ക്യാബേജ് ഉപ്പേരി എനിക്ക് മഞ്ഞപ്പൊടിയും തേങ്ങയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. അങ്ങനെ ക്യാബേജ് ഉപ്പേരിയും ഇവിടെ സെറ്റായിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞേരം പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ചായ എടുക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് എലക്ഷൻ റിസൾട്ട് അറിയുന്ന ദിവസമായതുകൊണ്ട് തന്നെ എല്ലാവരും ആ ഒരു വൈബിലാണ് കേട്ടോ. ഉമ്മ ചോറൊക്കെ ഊറ്റുന്നത് ഫോൺ അവിടെയും ഇവിടെയൊക്കെ വെച്ച് കണ്ടുകൊണ്ടാണ്. പിന്നെ ഞാൻ അടുക്കള ഒന്നായിട്ടൊന്ന് ക്ലീൻ ആക്കി എടുത്തു. പിന്നെ കറി ഒന്ന് തൂമിക്കാനുണ്ടേനി, അതും കൂടെ സെറ്റായി. അപ്പോൾ ലഞ്ചിനുള്ള ഏകദേശമൊക്കെ സെറ്റായി. ചെരങ്ങ കറിയും അതേപോലെ ക്യാബേജ് ഉപ്പേരിയും പിന്നെ ചോറും സെറ്റായിട്ടുണ്ട്. പിന്നെ ഉമ്മാക്കും ഉപ്പാക്കും ഒന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ടേനു. അപ്പോൾ അതിന് പോയി. ഒന്ന് ബാങ്ക് വരെ പോകേണ്ട ഒരു ആവശ്യം. പിന്നെ ഓര് പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ക്ലീനിങ്ങിനായിരുന്നു. അതൊക്കെ ഒന്ന് അടിച്ചു വാരി തുടച്ചെടുക്കും. എല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ ഫെമി നെസ്സിയൊക്കെ വന്നു. ഫെമിന്റെ ഉമ്മാന്റെ വീട്ടിൽ 2 ദിവസം നിൽക്കാൻ പോയതാന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. പിന്നെ നെസ്സിനെയും ഫെമിനൊക്കെ ഒപ്പം പിക്ക് ചെയ്ത് അങ്ങനെ പോന്നേക്കാണ്. അങ്ങനെ ഉച്ചത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ അത് ഈവനിങ് ഞങ്ങൾ മാറ്റി പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണ്. ഞങ്ങൾ ഇവിടുന്ന് മഗ്‌രിബ് നിസ്കരിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങുന്നത്. കാരണം ഫ്ലൈറ്റ് 1 hour ഡിലേ ആണെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ നിസ്കരിച്ചിട്ട് ഇറങ്ങിയത്. റോഡ് നല്ല ബ്ലോക്കായിരുന്നു. കാരണം റിസൾട്ട് അറിഞ്ഞ ആരവും അതേപോലെ കൊണ്ടോട്ടി നേർച്ചൻ്റെ ആരവൊക്കെ ആയിട്ട് നല്ല ബ്ലോക്കായിരുന്നു. പിന്നെ ഞങ്ങൾ ഈ പോണത് എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ടുവരാനാണെന്നുള്ളത് എൻ്റെ മോൻക്ക് അറിയില്ല കേട്ടോ. ഓനോട് ഞങ്ങൾ പറഞ്ഞത് എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ ഒരു ഫോൺ കൊടുത്തേച്ചിട്ടുണ്ട്. അപ്പോൾ അത് എയർപോർട്ട് പോയി വാങ്ങണം എന്നുള്ള നിലക്കാണ് പോകുന്നത്. ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഓനെ കൊണ്ടുപോകുന്നത്. അങ്ങനെ ഏതായാലും ബ്ലോക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എയർപോർട്ട് എത്തി. അപ്പോൾ ഞങ്ങളിപ്പം ഇവിടെ എയർപോർട്ട് എത്തി. കേക്ക് ഉണ്ട് പറയാം. ഞങ്ങളടുത്ത് മൈക്കല്ല, മൈക്ക് കൊണ്ടുവരാൻ മറന്നു. മൈക്ക് എടുക്കാൻ മറന്നുപോയി. എന്നിട്ട് വരും. അപ്പം ഞങ്ങൾ എയർപോർട്ടിൽ എത്തിക്കണു. ആളെത്തിക്കണോ അറിയില്ല. ലേറ്റ് ആണെന്ന് ഐസിന് അറിയില്ല. ഓനോട് ഞാൻ വണ്ടിയിൽ നിന്ന് ചോദിച്ചപ്പോഴും എന്താ പറഞ്ഞേ, ഇപ്പച്ചിൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് പോകാന്നാ പറഞ്ഞത്, ഫോൺ വാങ്ങാനും വേണ്ടിയിട്ട്. അപ്പോൾ അവൻ്റെ എക്സൈറ്റ്മെൻ്റ് ആണ്. ഞങ്ങൾ എയർപോർട്ടിലെത്തിയപ്പം 8 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 7:55 എത്തേണ്ട ഫ്ലൈറ്റ് ആയിരുന്നു. പക്ഷേ 1 hour ഡിലേ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയിപ്പം 9 മണിക്കൊക്കെ എത്തലുണ്ടാവുള്ളൂ. ഐസൊക്കെ എപ്പോഴും നല്ല പൊലിവിലാണ്. കാത്ത് മുത്തുവിൻ്റെ കണ്ണ് കളഞ്ഞു. ടെൻഷനായിട്ട് ഡിലേഡ് എന്ന് കാണിച്ചത് 55 വരിക. ഇപ്പോൾ ടൈം 36 ഞങ്ങളവിടെ എത്തിയപ്പം കുറേ ഫ്ലൈറ്റ് ഡിലേഡ് അതേപോലെ ക്യാൻസൽഡ് എന്നൊക്കെ ഇങ്ങനെ കാണിക്കേണ്ടിയിരുന്നു. അപ്പോൾ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഏതായാലും കുറേ കാത്തിരിപ്പിനൊടുവിൽ ഞങ്ങൾ കണ്ടു കേട്ടോ. ആളെ ഇറങ്ങിയെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നുള്ളെന്ന്. പിന്നെ ലഗേജ് കിട്ടാൻ കുറച്ചും കൂടി ലേറ്റായി. അങ്ങനെ പുറത്തെത്തിയപ്പോഴത്തേന് ഏകദേശം 10 മണി ആയിട്ടുണ്ട്. ഐസുവിന് ഭയങ്കര സർപ്രൈസ് ആയിട്ടുണ്ട് കേട്ടോ. അവന് പിന്നെ കണ്ടപ്പോഴത്തേന് ഭയങ്കര കുറവായിട്ട് അവന് മുന്നിലേക്ക് വരുന്നില്ലേന്. പിന്നെ അവൻ എടുത്തങ്ങോട്ട് കൊണ്ടുപോയിക്കാണ്. ഹസ്ബൻഡ് വരുന്ന വീഡിയോ ഒക്കെ ഞാൻ ഷോർട്ടായി ചിട്ടീനു. അപ്പം ഷോർട്സിലും അതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ റീലായിട്ടൊക്കെ പലരും കണ്ടിട്ടുണ്ടാകും. ഐസുവിന് ഫസ്റ്റുള്ളൊരു ഷോക്കേ ഉള്ളേന്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം സെറ്റായിട്ടോ. പിന്നെ ആഷിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങോട്ട് പോരുന്നില്ലേനു. പിന്നെ ആഷി എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിനെയാണ് കേട്ടോ. ആഷിക്ക് എന്നാണ് പേര്. നിക്ക് നെയിം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആഷി എന്ന് പറയലാണ്. ആഷിൻ്റെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ ടൈമിൽ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ചിലപ്പോൾ അതുകൊണ്ടാവും ഡിലേ ആയത് എന്നൊക്കെ ഇങ്ങനെ സമാധാനിച്ചിരിക്കാനും. ഇപ്പോഴും നല്ല മഴ ഉണ്ട്. ഇറങ്ങി കഴിഞ്ഞേരും നല്ല മഴയാണ് പുറത്ത്. വന്നിറങ്ങി കാല് കുത്തുന്നതിൻ്റെ മുന്നേ തന്നെ ദുബായിലെ മിസൈലിൻ്റെ കഥകളൊക്കെ പറയാണ് ഇവിടെ. അവിടുന്ന് വിളിക്കുമ്പോൾ എല്ലാവരോടും പറയലുണ്ട്. പക്ഷെ നാട്ടിലെത്തിയാണ്ട് പറയണത് വേറൊരു വൈബല്ലേ. പുറത്ത് നല്ല മഴ പെയ്യണോണ്ട് തന്നെ നമ്മളെ വണ്ടി കുറച്ച് ദൂരെ ഇട്ടിരുന്നത്. അപ്പോൾ അത് എടുക്കാൻ പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ചോരുമോന്ന് ഇങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നു. പക്ഷേ ചോരിനൊരു ലക്ഷണവും കാണില്ല. അപ്പോൾ പിന്നെ അഫ്ലു മയത്ത് തന്നെ പോയിട്ട്
വണ്ടി എടുത്തുകൊണ്ടിരാന്ന് പറഞ്ഞിട്ട് അവൻ പോയി. ബാക്കി തള്ളു ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അഫ്ലു വണ്ടി എടുത്ത് കൊണ്ടുവന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ ലഗേജൊക്കെ വണ്ടിക്ക് വെച്ചിട്ട് ഇനി ഫുഡ് കഴിക്കാൻ പോകണം. അപ്പം ഏകദേശം ഇപ്പം തന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ട്. പുറത്തെ മഴ കണ്ടാൽ ഞങ്ങൾക്ക് മനസ്സിലാവും, നല്ല അടിപൊളി മഴയാണ് പുറത്ത്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരുമ്പം ഹോട്ടലിൽ കയറി മന്തി ഓർഡർ ചെയ്തിട്ട് വെയിറ്റിങ്ങിലാണ് ഇപ്പം. പിന്നെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നപ്പോഴും പിന്നെ വലിയ തിരക്കൊന്നുമില്ല. ഇനി മഴ ആയതുകൊണ്ട് തന്നെ പോകുമ്പോഴുള്ള ആ തിരക്കില്ലേനു കേട്ടോ വരുമ്പോൾ. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.